രാവിലെ മുതൽ ഉച്ചവരെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സിനിമ, വൈകിട്ട് മുതൽ രാത്രി വരെ വേറൊരു സിനിമ. ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി ഒരു കാലത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ജോഷിയും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിക്കുന്ന ജൂബിലിയുടെ പ്രഥമ നിർമ്മാണ സംരംഭമായ ആ രാത്രിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. മമ്മൂട്ടിയും രതീഷും ചേർന്നുള്ള ഒരു സീനായിരുന്നു ജോഷി പ്ലാൻ ചെയ്തത്. മമ്മൂട്ടി രാത്രി 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞനുസരിച്ച് യൂണിറ്റ് മുഴുവൻ മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ മമ്മൂട്ടി എത്തിയപ്പോൾ സമയം 11-നടുത്ത്. മമ്മൂട്ടി വേഗം ചെന്ന് മേക്കപ്പ് ചെയ്യാനിരുന്നു. പക്ഷെ മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ മമ്മൂട്ടി കസേരയിലിരുന്ന് ഉറങ്ങി. രാവും പകലുമായി 3 ചിത്രങ്ങളിലായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. അത് മമ്മൂട്ടിയെ ശരിക്കും ക്ഷീണിതനാക്കിയിരുന്നു. ഷോട്ട് റെഡിയാണെന്ന് പറഞ്ഞിട്ട് പോലും മമ്മൂട്ടിക്ക് കസേരയിൽ നിന്നും എഴുന്നേക്കാനാവുന്നില്ല. മമ്മൂട്ടിയുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. ഒരു വിധത്തിൽ എഴുന്നേറ്റ് സീൻ വായിച്ച് മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറായി ജോഷിക്ക് മുന്നിലെത്തി. ജോഷി ആക്ഷൻ പറഞ്ഞതും മമ്മൂട്ടി അറിയാതെ നിന്ന നിൽപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി. ഇത് കണ്ടതും ജോഷി അലറി വിളിച്ചുകൊണ്ട് പാക്കപ്പ് പറഞ്ഞു. ശുഭിതനായ ജോഷി മമ്മൂട്ടിയെ വെച്ച് ഈ സിനിമ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ട മമ്മൂട്ടിയും മറ്റുള്ളവരും തളർന്നു. ഉടനെ നിർമ്മാതാവ് ജോയ് തോമസും മമ്മൂട്ടിയും കൺട്രോളർ AR ഷൺമുഖവും കൂടി ജോഷി താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു. മമ്മൂട്ടിയെ റൂമിന് വെളിയിൽ നിർത്തി അവർ ജോഷിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ജോഷിയുടെ കോപം വിട്ടുമാറിയിരുന്നില്ല. ഒടുവിൽ വെളിയിൽ നിന്ന് പൊറുതികെട്ട മമ്മൂട്ടി റൂമിലേക്ക് കയറി വന്നു. തനിക്ക് പറ്റിയ തെറ്റിന്റെ കാരണങ്ങൾ കുറ്റബോധത്തോടെ ജോഷിയോട് ഏറ്റു പറഞ്ഞു. ജോഷിയെ പോലുള്ള ഒരു സംവിധായകന്റെ ചിത്രം കരിയറിന്റെ തുടക്കത്തിൽ തനിക്ക് നഷ്ടമാവരുതെന്നും ക്ഷമിക്കണമെന്നും ഇനി ഉണ്ടാവില്ലെന്നും പറഞ്ഞു. മമ്മൂട്ടിയുടെ ഹൃദയത്തിൽ നിന്നും വന്ന ക്ഷമ കേട്ടതോടെയായിരുന്നു ജോഷിക്ക് മനസ്സലിഞ്ഞത്.